ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിലെ എസ് എ ക്വസ്റ്റ്യനാണ്. റിപ്പീറ്റഡായി ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ വന്നിട്ട് ഡിസ്കസ് അബൌട്ട് റോൾ ഓഫ് ബഡ്ജറ്ററി കൺട്രോൾ ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആസ് എ മേജർ കൺട്രോൾ ടെക്നിക് യൂസ്ഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ്. അതാണ് ക്വസ്റ്റ്യൻ. കുറേ പ്രാവശ്യം കുറേ ഇയറിൽ റിപ്പീറ്റഡായി ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് അത് നോക്കാം. അതിൻ്റെ ആൻസറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് നോക്കാം. 15 മാർക്കിന് ചോദിച്ചതാണ്. 4 മാർക്കിനും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഒന്ന് പഠിച്ചാൽ 4 മാർക്ക് വന്നാലും 15 മാർക്ക് വന്നാലും ഏത് വന്നാലും നമുക്ക് എഴുതാൻ കഴിയുന്നതാണ്. അപ്പോൾ എസ് എയിൽ എഴുതുമ്പോൾ ആദ്യം ബഡ്ജറ്ററി കൺട്രോൾ എന്താണെന്ന് എഴുതുക, അതിൻ്റെ മീനിങ് എഴുതാം. പിന്നെ ഡെഫിനിഷൻ ICMA നിർവചിച്ചൊരു ഡെഫിനിഷൻ ഉണ്ട്, അത് എഴുതാം. പിന്നെ ഫീച്ചേഴ്സ് എഴുതുക ബഡ്ജറ്ററി കൺട്രോളിൻ്റെ. ദെൻ നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ്, രണ്ടും കൂടി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണെന്നും അതിൻ്റെ ഡെഫിനിഷൻ എഴുതാം, സ്റ്റെപ്സ് എഴുതുക. പിന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെയും ബഡ്ജറ്ററി കൺട്രോളിൻ്റെയും സിമിലാരിറ്റീസ് എഴുതണം. അതുപോലെ തന്നെ രണ്ടിൻ്റെയും ഡിഫറൻസും എഴുതണം. അപ്പോൾ നമുക്ക് അതൊക്കെ നോക്കാം. അതാണ് അതിൻ്റെ ഉള്ളിൽ വേണ്ട മെയിൻ പോയിൻറ്റ്സ്. എന്നിട്ട് നമ്മൾ അതിനെ എലാബറേറ്റ് ചെയ്ത് എഴുതാണ് വേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതൊന്ന് പഠിച്ച് പോയാൽ നമുക്ക് എക്സാമിന് നല്ല മാർക്ക് കിട്ടും. അതിൽ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നോക്കാം. ഒരു ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യുന്നതിന് ബജറ്റുകൾ ഉപയോഗിക്കുന്നതാണ് ബജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യുന്നതിന് ബഡ്ജറ്റുകൾ ഉപയോഗിക്കുന്നതാണ് ബഡ്ജറ്ററി കൺട്രോൾ. അതാണ് അതിൻ്റെ ഒരു ചെറിയ മീനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ICMA ഡിഫൈൻ ചെയ്യുന്നത്, അതായത് ICMA ബഡ്ജറ്ററി കൺട്രോളിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. അതതിൻ്റെ ഞാനതിന് മലയാളമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. നമുക്ക് ഇംഗ്ലീഷാണ് ശരിക്കും എഴുതേണ്ടത്. അപ്പോൾ നിങ്ങളത് പഠിക്കണം. ഒരു നയത്തിൻ്റെ ആവശ്യകതകളുമായി എക്സിക്യൂട്ടീവുകളുടെ ഉത്തരവാദിത്തങ്ങളുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റ് സ്ഥാപിക്കൽ വ്യക്തിഗത പ്രവർത്തനങ്ങളോടെ ആ നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ സുരക്ഷിതമാക്കുന്നതിന് അല്ലെങ്കിൽ അടിസ്ഥാനം നൽകുന്നതിന് ബഡ്ജറ്റ് ഫലങ്ങളുമായി യഥാർത്ഥമായി നിരന്തരം താരതമ്യം ചെയ്യുന്ന അതിൻ്റെ പുനരവലോകനത്തിനായിട്ട്. അതായത് നമ്മൾ അതിന് വേണ്ട നയങ്ങളും റെസ്പോൺസിബിലിറ്റീസൊക്കെ കൃത്യമായി ചെയ്യലും അതിൻ്റെ സുരക്ഷിത ഉറപ്പാക്കുക, അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഉറപ്പാക്കുക. പിന്നെ അതിനെ നമുക്ക് വല്ല റിവിഷനൊക്കെ വേണ്ടി വന്നാൽ അത് ചെയ്യുക എന്നതാണ് അതിൽ പറയുന്നത്, ICMA പറയുന്നത്. ഇനി അതിൻ്റെ ഫീച്ചേഴ്സാണ്. അത് നമുക്ക് പറയാം. ഫീച്ചേഴ്സ് 7 എണ്ണാണുള്ളത്. ഓർഗനൈസേഷൻ്റെ ഓരോ പ്രവർത്തന മേഖലയ്ക്കും ബഡ്ജറ്റുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് പോയിന്റ്, ഓരോ ഫങ്ഷണൽ ഏരിയയ്ക്ക് യഥാർത്ഥ അളവ് കണ്ടെത്താൻ. തേർഡ് പോയിന്റ്, ആക്ച്വൽ പെർഫോമൻസും ബഡ്ജറ്റ് പെർഫോമൻസായി കണ്ടിന്യൂസ് കമ്പാരിസൺ നടത്തുക. ഫോർത്ത് പോയിന്റ്, ബഡ്ജറ്റുകളിൽ നിന്നുള്ള ആക്ച്വൽ പെർഫോമൻസിൻ്റെ വേരിയൻസ് മെഷർ ചെയ്യുക. ഫിഫ്ത്ത് പോയിന്റ്, വേരിയൻസിൻ്റെ റീസണ് വിശകലനം ചെയ്യുക. അതായത് എന്തുകൊണ്ടാണ് ആ വേരിയൻസ് വന്ന് എന്ന് നമ്മൾ അനലൈസ് ചെയ്യുക. സിക്സ് പോയിന്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ആക്ഷൻസ് കറക്റ്റ് സമയത്ത് എടുക്കുക എന്നാണ് പറയുന്നത്. സെവൻത്ത് പോയിന്റ്, ചേഞ്ച് ആയ സാഹചര്യങ്ങൾക്കനുസരിച്ച് ബഡ്ജറ്റ് പരിഷ്കരിക്കുക. അതായത് ചേഞ്ച് ചെയ്തതിനനുസരിച്ച് ബഡ്ജറ്റുകൾ നമ്മൾ ചെറിയ മാറ്റങ്ങൾ പരിഷ്കരിക്കണം, അതാണ് പറയുന്നത്. ഇനി സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് നമുക്ക് നോക്കാം. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉപയോഗിച്ച് കോസ്റ്റ് കൺട്രോളിനുള്ള ഒരു ടെക്നിക്കാണ്. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉപയോഗിച്ച് കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഒരു ടെക്നിക്കാണ് പ്ലാൻഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിനെ ICMA എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്ന് നോക്കാം നമുക്ക്. സ്റ്റാൻഡേർഡ് കോസ്റ്റുകളുടെ പ്രിപ്പറേഷൻസും യൂസും ആക്ച്വൽ കോസ്റ്റുകളുമായുള്ള കമ്പാരിസണും അവയുടെ കോസസും സംഭവങ്ങളുടെ വ്യത്യാസങ്ങളൊക്കെ വിശകലനം ചെയ്യുക എന്നതാണ് ICMA ഡിഫൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ ഉള്ളിൽ
പറയുന്നത്. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റുകളുടെ പ്രിപ്പറേഷൻസും യൂസും അതുപോലെ തന്നെ ആക്ച്വൽ കോസ്റ്റുകളുമായുള്ള കമ്പാരിസണും അവയുടെ കാരണങ്ങളും വ്യത്യാസങ്ങളും, അതായത് ആ സംഭവം ഉണ്ടാവാനുള്ള കാരണങ്ങളും അതിൻ്റെ വ്യത്യാസങ്ങളും വിശകലനം ചെയ്യുന്നതിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്നാണ് ICMAൻ്റെ ഡെഫിനിഷനിൽ നിർവചിച്ചിരിക്കുന്നത്. അതാണ് അതിൻ്റെ മലയാളത്തിലുള്ള മീനിങ്. അതിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റുകളുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ആക്ച്വൽ കോസ്റ്റുകളുമായിട്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റുമായി കമ്പാരിസൺ ചെയ്യൽ, വേരിയൻസിൻ്റെ അനാലിസിസ്, ഡീവിയേഷൻസിലുള്ള ഫാക്ടേഴ്സുകളെ നിയന്ത്രിക്കുന്നതിന് കറക്റ്റ് ആക്ഷൻസ് എടുക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റുകളുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റും ആക്ച്വൽ കോസ്റ്റുകളുമായിട്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റുമായി കമ്പാരിസൺ ചെയ്യലും, വേരിയൻസിൻ്റെ അനാലിസിസും ഡീവിയേഷനിലുള്ള ഫാക്ടേഴ്സുകളെ നിയന്ത്രിക്കുന്നതിന് കറക്റ്റ് ആക്ഷൻസ് എടുക്കുക എന്നതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പെടുന്നു. അത് സെക്കൻഡ് പോയിന്റ് പറയുന്നത് ആക്ച്വൽ കോസ്റ്റുകളെ സ്റ്റാൻഡേർഡ് കോസ്റ്റുകളുമായി കണ്ടിന്യൂസ് ആയി കമ്പയർ ചെയ്യുന്നത് ആ ടൈമിലുള്ള വേസ്റ്റേജസും ഇൻഎഫിഷ്യൻസിയും കണ്ടെത്താൻ എളുപ്പത്തിൽ സഹായിക്കുന്നു സ്റ്റാൻഡേർഡ് കോസ്റ്റ് വഴി. അതുകൊണ്ട് കറക്റ്റീവ് ആക്ഷൻസ് ഒരു ഡിലേ ഇല്ലാതെ, അതായത് ഒരു ടൈം വേസ്റ്റേജും ഇല്ലാതെ നമുക്ക് കറക്റ്റ് ആക്ഷൻസ് എടുക്കാം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ലിമിറ്റിൻ്റെ ഉള്ളിൽ നിലനിന്നുകൊണ്ട് തന്നെ നമുക്ക് അതുവഴി പ്രോഫിറ്റ് ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ 6 സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ പ്രീ ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ്, മെഷർമെൻറ്റ് ഓഫ് ആക്ച്വൽ കോസ്റ്റ്, കമ്പാരിസൺ ഓഫ് ആക്ച്വൽ കോസ്റ്റ് വിത്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റ്, അനാലിസിസ് ഓഫ് വേരിയൻസ് ആൻഡ് റിപ്പോർട്ടിംഗ് ടു മാനേജ്മെൻറ്റ്, ദെൻ ലാസ്റ്റ് വൺ ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ്. തന്നെ ഇതിൻ്റെ ലാസ്റ്റ് പോയിന്റ് നോക്കുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് വേഴ്സസ് ബഡ്ജറ്ററി കൺട്രോളാണ്. അതിൽ സിമിലാരിറ്റീസ് നോക്കാം. രണ്ടിൻ്റെയും സിമിലാരിറ്റീസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് സിമിലാരിറ്റീസ് നോക്കാം. രണ്ട് ടെക്നിക്കും, ഫസ്റ്റ് പോയിന്റ് പറയുന്നത് രണ്ട് ടെക്നിക്കും എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുന്നതിനും പെർഫോമൻസ് നിയന്ത്രിക്കുന്നതിനും ലക്ഷ്യമിടുന്നു. അതായത് രണ്ടിൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനും പെർഫോമൻസ് കൺട്രോൾ ചെയ്യാനുമാണ് എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് രണ്ടും കോസ്റ്റ് അഡ്വാൻസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. കോസ്റ്റ് ഇൻ അഡ്വാൻസ് ആയി ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും നമ്മുടെ കോസ്റ്റ് എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തേർഡ് പോയിന്റ്, രണ്ട് സിസ്റ്റത്തിലും പ്രീ ഡിറ്റർമെൻറ്റ് സ്റ്റാൻഡേർഡ് ഫിക്സഡ് ആണ്. പ്രീ ഡിറ്റർമെൻ്റ് ആയിട്ട് അവർ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടിലും പ്രീ ഡിറ്റർമെൻ്റ് ആയി ഫിക്സ് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് രണ്ട് സിസ്റ്റത്തിലും ആക്ച്വൽ കോസ്റ്റ് സ്റ്റാൻഡേർഡുമായി കമ്പയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് രണ്ടും പീരിയോഡിക് കമ്പാരിറ്റീവ് കോസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട്. സിക്സ്ത് പോയിന്റ് രണ്ടും കൃത്യസമയത്ത് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുന്നുണ്ട്. സെവൻത്ത് പോയിന്റ് എന്ന് പറയുന്നത് രണ്ട് സിസ്റ്റംസും കോസ്റ്റ് കൺട്രോൾ ചെയ്യാനാകുമെന്ന് അസ്യൂം ചെയ്യുന്നുണ്ട്. ഇതിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസിലാണ്. ബഡ്ജറ്ററി കൺട്രോൾ അപ്ലൈ ചെയ്യുന്നത് ബിസിനസ്സിൻ്റെ ഹോൾ ആക്ടിവിറ്റീസിലാണ്, ഹോൾ ഓപ്പറേഷൻസിലാണ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് ഒരു യൂണിറ്റ് ഓഫ് എ പ്രൊഡക്റ്റ് ഒരു സർവീസിൻ്റെ അതിലാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പീരീഡിലെ ടോട്ടൽ ആക്ടിവിറ്റീസിലാണ്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ്സ് ടെക്നിക്കൽ അസസ്മെൻറ്റിൻ്റെ ബേസിലാണ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത്. ബഡ്ജറ്റ് പാസ്റ്റ് ആക്ച്വൽസിൻ്റെ ബേസിലാണ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫ്യൂച്ചർ ട്രെൻഡ്സിന് വേണ്ടിയിട്ട് പാസ്റ്റ് ആക്ച്വൽസിൻ്റെ ബേസിലാണ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ്സ് ആർ സെറ്റ് ഫോർ എവരി എലമെൻറ്റ് ഓഫ് കോസ്റ്റ്. എല്ലാ എലമെൻറ്റിലും കോസ്റ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഓരോ ഫംഗ്ഷൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റെയും അടിസ്ഥാനത്തിലാണ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നത് എക്സ്പെൻഡിച്ചർ മാത്രമാണ്. ബഡ്ജറ്റ് സെറ്റ് ചെയ്യുന്നത് ഇൻകം എക്സ്പെൻഡിച്ചറും സെറ്റ് ചെയ്യുന്നുണ്ട്. സിക്സ്ത് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് പ്രിസ്ക്രൈബ് ദ ലെവൽ ടു വിച്ച് കോസ്റ്റ് ഷുഡ് ബി റെഡ്യൂസ്ഡ് ആൻഡ് ബഡ്ജറ്റ് പ്രിസ്ക്രൈബ് ദ ലെവൽ വിച്ച് ഷുഡ് നോട്ട് ബി എക്സീഡഡ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് മോർ ഇൻറ്റൻസീവ് ആണ്. അതിൻ്റെ ഉള്ളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് വേരിയൻസിനെ അനലൈസ് ചെയ്യുന്നുണ്ട്. ബട്ട് ബഡ്ജറ്ററി കൺട്രോൾ മോർ എക്സ്റ്റെൻസീവ് ആണ്. ലെസ് ആയിട്ടുള്ള ചെറുതായിട്ടേ ഉള്ളൂ അനാലിസിൻ്റെ വേരിയൻസ് അനലൈസ് ചെയ്യുന്നത്. അതാണ് പറയുന്നത്.